അറഫാ ദിനം എന്ന് പറയുമ്പോൾ ചിലരെങ്കിലും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, മക്കയിൽ എന്നാണോ അറഫ ആ ദിവസം തന്നെയല്ലേ ഇവിടെ നോമ്പ് നോൽക്കേണ്ടത് എന്ന് പലരും തെറ്റിദ്ധരിച്ചിട്ടുണ്ട്, അല്ലെങ്കിൽ തെറ്റിദ്ധരിപ്പിക്കുന്നുണ്ട്. ഭൂമിശാസ്ത്രമായി മനസ്സിലാക്കുന്ന എല്ലാവർക്കും അറിയാം, ഒരേ സമയത്ത് മക്കയിലും ഇവിടെയും നോമ്പ് നോൽക്കുക എന്നത് കഴിയാത്ത ഒരു കാര്യമാണ്. കാരണം അവിടെയുള്ള സമയമല്ല ഇവിടുത്തെ സമയം. ചില സ്ഥലങ്ങളിൽ മക്കയിൽ പകലാകുമ്പോൾ രാത്രി വരുന്ന സ്ഥലങ്ങളുമുണ്ടല്ലോ. അപ്പോൾ ഒരു നിലക്കും അവിടെയുള്ള നോമ്പിനോട് തുല്യമായി മറ്റുള്ളവർ നോമ്പ് നോൽക്കണം എന്ന് പറയുന്നത് ശരിയല്ല. നമുക്ക് നിർദ്ദേശമുള്ളത്, ഓരോ നാട്ടിലും ദുൽഹിജ്ജ 1 പിറവി അനുസരിച്ച് എന്നാണോ 9 വരുന്നത് ആ ദിവസമാണ് നമുക്ക് നോമ്പ് നോൽക്കേണ്ടത്. ഹജ്ജ് ചെയ്യുന്നവർക്ക് ദുൽഹിജ്ജ 9 അറഫയിൽ നിൽക്കേണ്ട ദിവസമായതുകൊണ്ടാണ് ആ ദിവസത്തിൽ 2 വർഷത്തെ ദോഷങ്ങൾ, അഥവാ മുൻകഴിഞ്ഞതും വരാൻ പോകുന്നതുമായ ഓരോ വർഷത്തെ ദോഷങ്ങൾ ചെറുദോഷങ്ങളാണെന്ന് പണ്ഡിതന്മാർ വ്യക്തമാക്കിയിട്ടുണ്ട്. ആ ദോഷങ്ങൾ നമുക്ക് പുറത്തു തരുമെന്നാണ് ഇസ്ലാമിക പാഠം നമ്മെ പഠിപ്പിക്കുന്നത്. അറഫ ദിനത്തിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരുപാട് പേർക്ക് നരകമോചനം കൊടുക്കുന്നുണ്ടെന്ന് പണ്ഡിതന്മാർ നമ്മെ പഠിപ്പിക്കുന്നു.